ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് IBPS എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതായത് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിൽ വരാൻ പോകുന്ന, അതായത് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നതല്ല, ഇനി ഒരു വർഷത്തിനുള്ളിൽ വരുമെന്ന് കരുതുന്ന ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. അതായത് ജനറൽ IBPS അല്ല, അഗ്രികൾച്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്ന തസ്തികയിലെ ഒരു അപ്ഡേറ്റുമായിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറൽ ഗ്രാജുവേഷനുള്ള എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റുകൾ, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റുകളിൽ 4 വർഷത്തിൽ കൂടുതലുള്ള ബിരുദമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് എല്ലാ വർഷവും റെഗുലറായിട്ട് വിളിക്കുന്ന ഒരു തസ്തികയാണ്. അതായത് നിലവിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രമുഖരായ പല ബാങ്കുകളിലേക്കും ഈ ഒരു നിയമനം നടക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ പ്രൊസീജിയർ നടക്കുന്ന ഒരു സമയമാണ്. ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയാറായി വരുന്നു. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും നിയമനങ്ങൾ തുടങ്ങുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ IBPS ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പുതിയ നോട്ടിഫിക്കേഷൻ ഇട്ട് എക്സാമിനേഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ പാറ്റേൺ അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതായത് ഇതിന് പ്രിലിമിനറി, മെയിൻ എക്സാമിനേഷൻ, അതിനുശേഷം ഇന്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങളുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് നടന്നു പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് അറിയാത്തവരോ നിലവിൽ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ വീണ്ടും ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടുന്ന സമയമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ, ഈ ഒരു തസ്തികയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് IBPS SO AFO എന്ന് പറയുന്ന സ്കെയിൽ 1ലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO എന്നാണ് പറയുന്നത്. ഇത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ സ്കെയിൽ 1 എന്നുള്ളതാണ്. ഇതിന് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് പറയുന്നതെങ്കിലും നോർമൽ ഗ്രാജുവേഷൻ ഉള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ ഒക്കില്ല എന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. അതായത് BTech ബിരുദമുള്ള ഒരാൾക്കോ 3 ഇയർ ബിരുദമുള്ളവർക്കോ മറ്റേതെങ്കിലും വിഷയത്തിൽ PG ഉള്ളവർക്കോ ഒന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനായിട്ട് IBPS പറയുന്ന നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്പെഷ്യലിസ്റ്റ് വിങ്ങുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സരം എന്നത് പറയുന്നത് ഇവിടെ വളരെ പ്രിമിറ്റീവായിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് കുറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനിയും ഈ എക്സാമിനേഷൻ എത്ര ഘട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, രണ്ടാമതായിട്ട് മെയിൻസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, മൂന്നാമതായിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഘട്ടമുണ്ട്. എന്നിങ്ങനെ ഈ 3 ഘട്ടങ്ങൾ കടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇനിയും ഇതിന് അപേക്ഷിക്കാൻ ആർക്കൊക്കെ പറ്റും? പ്രായപരിധി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി. ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് മുതലായ വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും ഇതിനകത്ത് ഇളവ് കിട്ടുന്നതായിരിക്കും പ്രായപരിധിയിൽ. പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഡിസബിലിറ്റി ഉള്ളതായിട്ട് പറയുന്നു. എക്സ് സർവീസ്മാനും അവർക്ക് ആനുപാതികമായിട്ടുള്ള ഇളവുള്ളതായിട്ട് ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന് ഏതൊക്കെ യോഗ്യത ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു തസ്തികയെ സംബന്ധിച്ചിടത്തോളം. എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ആദ്യമായിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ് ഇതിനുണ്ടാകേണ്ടത്. അതിൽ താഴോട്ടുള്ള ഈ വിഷയങ്ങളുടെ ഗ്രാജുവേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യമായിട്ട് 4 ഇയർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, അതൊരു യോഗ്യതയാണ്. രണ്ടാമത് 4 ഇയർ ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, ഡയറി സയൻസ്, ഫിഷറി സയൻസ്, ഫിസിക്കൾച്ചർ, അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ബാങ്കിങ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രോ ഫോറസ്ട്രി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ ബയോകെമിസ്ട്രി, BTech ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ, ബിസിനസ് മാനേജ്മെൻറ്റ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, സെറികൾച്ചർ, ഫിഷറീസ് മുതലായ വിഷയങ്ങളിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നമ്മളിവിടെ ഈ ഒരു യോഗ്യതയായിട്ട് കരുതുന്നുണ്ട്. അതായത് ഫിഷറീസ് എഞ്ചിനീയറിംഗ് മുതലായവയിലെ എഞ്ചിനീയറിംഗ് 4 ഇയർ ഉള്ള എഞ്ചിനീയറിംഗും ഇതിനുള്ള മതിയായ യോഗ്യതയായിട്ട് കരുതുന്നുണ്ട്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, 4 ഇയർ ഡിഗ്രി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബിരുദമുള്ളവരാണെങ്കിൽ, 4 ഇയർ ഡിഗ്രിയിൽ കുറയാത്ത ബിരുദമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണെന്നുള്ളത് എടുത്തു പറയാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് IBPS ആയതുകൊണ്ട് തന്നെ ഇവിടെ സെക്ഷണൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കണം. മാത്രമല്ല അഗ്രഗേറ്റ് കട്ട് ഓഫ് മാർക്കും ഇവിടെ ഉണ്ടാവും. ഇവിടെ ആദ്യമായിട്ട് ഇതിന് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. ഈ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ 50 ക്വസ്റ്റ്യനുകളും എന്നാൽ 25 മാർക്കുമാണ് ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. അതായത് ഇവിടെ 50 ക്വസ്റ്റ്യനിൽ നിന്ന് 25 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി 40 മിനിറ്റാണ് അവരനുവദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്താൽ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് തീർന്നിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ഔട്ട് ആയ ശേഷം നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. തീർത്തിട്ട് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് റീസണിംഗ് ആണ്. റീസണിങ്ങിന് 50 ചോദ്യവും 50 മാർക്കുമാണ് ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്. നേരത്തെ അതുണ്ടായിരുന്നില്ല. രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിനിവിടെ 50 മാർക്കുണ്ട്. ഒപ്പം തന്നെ മാക്സിമം മാർക്കായിട്ട് 50 മാർക്ക് തന്നെ ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നു. അങ്ങനെ മുഴുവൻ മാർക്ക് 125 മാർക്ക്. 150 ക്വസ്റ്റ്യനുകളിൽ നിന്ന് 125 മാർക്കാണ് മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, ഇവയ്ക്കെല്ലാം 40 മിനിറ്റ് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ എക്സാമിനേഷന് 2 മണിക്കൂറുമാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇതിന് ടോട്ടൽ മാർക്കിന് കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒരു സെക്ഷനിൽ മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും നിങ്ങൾ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അടുത്തത് മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വിഷയങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്നവയുടെ എല്ലാം കൂടി ഒരു അഗ്രഗേറ്റ് സിലബസ് ആയിരിക്കും അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് ടോട്ടൽ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്ന 60 ആയിരിക്കും. ഇവിടെ മാർക്ക് 60 ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യന് എത്രയാണ്, 1 മാർക്ക് വീതം തന്നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഈ ടോട്ടലായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും നെഗറ്റീവ് മാർക്ക് ആപ്ലിക്കബിൾ ആണ്. അടുത്തത് ഈ ഒരു തസ്തികയിലേക്കുള്ള സാലറിയാണ്. ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ 36,400 രൂപയാണ് ഇവിടെ സാലറി ആയിട്ട് വരുന്നത്. കൂടാതെ DA ഉണ്ട്, 8,605 രൂപ നിങ്ങൾക്ക് DA ഉണ്ട്. പിന്നെ ഹൗസ് റെന്റ് അലവൻസ് 7 to 9% ഉണ്ട് സാലറിയുടെ. ഇനി സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ് 4% വരെ ലഭിക്കുന്നതാണ് ഈ ഒരു തസ്തിക. അതായത് ഒരു ബാങ്ക് എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രൊമോഷൻ സ്കോപ്പുകളാണ്. നിങ്ങളുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് എന്തൊക്കെ പ്രൊമോഷനുകൾ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കയറുന്നത് ഓഫീസർ സ്കെയിൽ 1-ലാണ്. അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മാനേജർ സ്കെയിൽ 2-ലേക്ക് മാറും. അതിനുശേഷം സീനിയർ മാനേജർ സ്കെയിൽ 3-ലേക്ക് മാറും. അതിനുശേഷം ചീഫ് മാനേജർ സ്കെയിൽ 4-ലേക്കും അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നീ പോസ്റ്റുകൾ വരെ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത ഈ ഒരു തസ്തികയിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ കരിയർ കയറുന്ന പ്രായം കൂടി ഇതിനകത്തൊരു വലിയ ഘടകമാണ്. നിങ്ങളുടെ പ്രായത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾ ബാങ്കിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ബാങ്കാണ്. ഇത് മാക്സിമം ആണ്. അപ്പം ഇവിടെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ എത്താനും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യലിസ്റ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സ്പെഷ്യലിസ്റ്റ് മേഖലയിൽ നിന്ന് 4 ഇയർ കുറയാത്ത ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും കിട്ടാവുന്ന നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മറ്റ് IBPS എക്സാമിനേഷൻ ഉള്ളതുപോലെയുള്ള ഒരു വലിയ മത്സരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടി വരില്ല. എന്നാൽ നല്ല പ്രിപ്പറേഷൻ അനിവാര്യവുമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, കേരള PSCയുമായി സംബന്ധിച്ച് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ എക്സാമിനേഷൻ എത്തും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഒരു തുടക്കത്തിലെ തന്നെയുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ്റെ സ്ലോട്ടും ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് അഗ്രികൾച്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ പഠനം തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇന്നത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ടും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റോടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടും തൂടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാവരും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തുക. മാത്രവുമല്ല നമ്മുടെ ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ, അതായത് നമ്മുടെ ആപ്പിൽ
ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കണ്ടന്റുകൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ നൽകുന്നുണ്ട്. അതിൽ തന്നെ ധാരാളം പ്രിന്റഡ് മെറ്റീരിയലും ഒപ്പം തന്നെ PDF മെറ്റീരിയലുകളും വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ഒപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും മറ്റും സൗജന്യമായിട്ട് തന്നെ ഈ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. മാത്രവുമല്ല ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ താഴെ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്ക് വഴി നിങ്ങൾ ഉടൻ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.